സർക്കാരിന്റെ കേന്ദ്രീകൃത സിനിമാ ടിക്കറ്റ് ബുക്കിംഗ് സംവിധാനം അട്ടിമറിക്കപ്പെട്ടു എന്ന ആരോപണത്തിന് പിന്നാലെ മലയാള സിനിമയിൽ വീണ്ടും വിവാദം. ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ അട്ടിമറിക്ക് പിന്നിലുണ്ട് എന്നായിരുന്നു ഉണ്ണി ശിവപാലിന്റെ വെളിപ്പെടുത്തൽ. ആരോപണം തള്ളി ബി ഉണ്ണികൃഷ്ണൻ രംഗത്തെത്തിയെങ്കിലും ഉണ്ണി ശിവപാലിനുള്ള പിന്തുണ ഏറുകയാണ്. ഏറ്റവും കുറഞ്ഞ സർവീസ് ചാർജിൽ സിനിമ ബുക്ക് ചെയ്യാൻ കഴിയുന്നതായിരുന്നു സർക്കാർ പ്രഖ്യാപിച്ച എന്റെ ഷോ ബുക്കിംഗ് ആപ്പ്. ടിക്കറ്റ് നിരക്കിന് പുറമെ നൽകേണ്ടിയിരുന്നത് 10 രൂപ മാത്രം. സ്വകാര്യ ബുക്കിംഗ് ആപ്പുകളുടെ കൊള്ള തടയുകയായിരുന്നു സർക്കാർ ലക്ഷ്യം. വൻകിട ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകളിലൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഓരോ ടിക്കറ്റിനും 26 രൂപ മുതൽ 60 രൂപ വരെയാണ് നൽകേണ്ടി വരുന്നത്. ഈ സാഹചര്യത്തിലാണ് എത്ര ടിക്കറ്റ് എടുത്താലും കേവലം 10 രൂപ മാത്രം ഹാൻഡ്ലിംഗ് ചാർജ് ഈടാക്കുന്ന സർക്കാർ ആപ്പിന്റെ അവതരണം. സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിലേക്കും ബുക്കിംഗ് ചാർജിന്റെ ഒരു വിഹിതം നൽകിയിരുന്നു. നികുതി വെട്ടിപ്പ് തടയാനും ആപ്പിൽ ക്രമീകരണമുണ്ട്. സിനിമാ മേഖലയ്ക്കും സർക്കാരിനും പ്രേക്ഷകർക്കും ഒരേപോലെ ഗുണമായി മാറേണ്ട പദ്ധതിയാണ് അട്ടിമറിക്കപ്പെട്ടത്. ടാക്സ് ഇവേഷൻ ഇല്ലാത്ത ഒരു പ്രൊജക്ട് കൊണ്ടുവന്നിട്ട് ഇതിൽ ആരാ തുരങ്കം വെച്ച് ഇതുപോലൊരു സംഘടനയുടെ മേൽപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സ്ഥാപിത താല്പര്യങ്ങൾ പേര് മാത്രം പറയാം, സംഘടനയുടെ പേര് ഞാൻ പറയുന്നത് ശരിയല്ല. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് അതിന്റെ പിറകിൽ ഒന്നുണ്ടായിരുന്നത്. വെളിപ്പെടുത്തലിന് പിന്നാലെ ഉണ്ണി ശിവപാലിനെതിരെ ആഞ്ഞടിച്ച് ബി ഉണ്ണികൃഷ്ണന്റെ പ്രതികരണം. ആരോപണം വസ്തുതാവിരുദ്ധമെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും ബി ഉണ്ണികൃഷ്ണൻ. അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുകയും ഇനി കൂടുതൽ തെളിവുകളായിട്ട് വരികയാണെങ്കിൽ ഞാനതിനെ നിയമപരമായിട്ട് നേരിടും. കാരണം ഒരു സർക്കാർ സംവിധാനത്തിൽ കൊട്ടേഷൻ കൊടുത്തിട്ട് സർക്കാർ റിജക്ട് ചെയ്തൊരു സംഗതി ഞാൻ ഒറ്റയ്ക്ക് നിന്നാണ് അത് അങ്ങനെ ഒരു റിജക്ഷൻ പോസ്റ്റാക്കിയതെന്ന് പറയുമ്പോൾ എന്താണ് സർക്കാരിനെ വരെ നിയന്ത്രിക്കുന്ന ഒരാളായിട്ട് ഞാൻ മാറുകയല്ലേ? സാങ്കേതിക മികവില്ലാത്ത ആപ്പാണ് ഉണ്ണി ശിവപാൽ നിർമ്മിച്ചതെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. അതേസമയം ടിക്കറ്റിംഗ് ആപ്പ് മികച്ചതെന്നായിരുന്നു തിയേറ്റർ ഉടമയും ഫിയോക് ഭാരവാഹിയുമായ സുരേഷ് ഷേണായുടെ പ്രതികരണം. ഗവൺമെന്റ് ഉണ്ടാക്കിയ ആ സോഫ്റ്റ്വെയർ അതിനേക്കാളും ഫാർ ബെറ്റർ ആണത്. അത് ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അത് കൈരളിയിലും ശ്രീയിലും ആക്ച്വലി ഉപയോഗിച്ചു ഫ്ലോപ്പായ ഒരു സോഫ്റ്റ്വെയർ അത്. ഉണ്ണി ശിവപാലിന്റെ ആരോപണം ശരിവെച്ച് നിർമ്മാതാവ് സാന്ദ്ര തോമസും സംവിധായകൻ വിനയനും രംഗത്തെത്തി. അട്ടിമറി ആരോപണം അന്വേഷിക്കണമെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ നിലപാട്. സിനിമാ മേഖലയിലെ പവർ പൊളിറ്റിക്സ് ആണ് എല്ലാത്തിനും പിന്നിലെന്നായിരുന്നു ഉണ്ണി ശിവപാലിന്റെ ആരോപണം. സർക്കാർ തലങ്ങളിൽ പോലും ഈ പവർ പൊളിറ്റിക്സ് സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് പുതിയ വെളിപ്പെടുത്തലുകൾ. കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴി, 24. പൊതുജനം കഴുതയല്ല സാർ.